പലപ്പോഴും പിശാച് ഉപയോഗിക്കുന്നത് മോനെ നമ്മുടെ ചിന്താ മേഖലകളെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും, തെറ്റിദ്ധരിപ്പിക്കും. അണ്ടർസ്റ്റാൻഡിങ്, നല്ല ധാരണകൾ ദൈവത്തിൽ നിന്ന് വരുന്നു, തെറ്റിദ്ധാരണകൾ പിശാചിൽ നിന്ന് വരുന്നു. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഫൈറ്റിംഗ്, യുദ്ധം നടക്കുന്നത് ചിന്താ മേഖലകളിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും വിചാരങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, സങ്കല്പങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. എന്താണ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടം? അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചിന്തകൾ, സങ്കല്പങ്ങൾ, വിചാരങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. അവിടെ ഇമാജിനേഷൻ എന്നൊരു വേർഡ് കണ്ടോ? കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, വേണ്ടാത്ത ഇമാജിനേഷൻസ്. ചിന്തിച്ച് കാട് കയറി പോകുന്നവരുണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ നിശബ്ദത കാണുമ്പോഴേ അറിയാം ഉണ്ടെന്ന്. ഹല്ലേലൂയ. മെജോറിറ്റി അങ്ങനല്ലേ? വെറുതെ ഭാരപ്പെടുകയാണ്, വെറുതെ ചിന്തിക്കുകയാണ്, ചിന്തിച്ചു കൂട്ടുകയാണ്, പിശാചിന് കോട്ട കെട്ടിക്കൊടുക്കുകയാണ്. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്, ഓരോ നൂലുകളാണ്. ഹല്ലേലൂയ. ഓരോ ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെയാക്കും. എന്നിട്ട് പിശാച് നിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി അങ്ങ് ചുരുട്ടും. പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ ലോക്ക് ചെയ്യും. അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത്. ആ ആയുധം വചനമെന്ന ആയുധമാണ്.